നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ശക്തമായ വേനൽ മഴയിലും കാറ്റിലും അതിരപ്പിള്ളിയിൽ വ്യാപക നാശനഷ്ടം. 3 പേർക്ക് പരിക്കേറ്റു. മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മടവാക്കരയിൽ ചോർച്ചയുണ്ടായ LPG പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണിക്കിടെ പാചകവാതകം പരക്കുന്നത് ആശങ്കയായി. മടവാക്കര റോഡ് വീണ്ടും അടച്ചു. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം ഇന്ന് ആഘോഷിക്കുന്നു. ആറാട്ടുപുഴ ശാസ്താവ് മതിൽക്കെട്ടിന് പുറത്തേക്ക് എഴുന്നള്ളിയതോടെ പൂരച്ചടങ്ങുകൾക്ക് തുടക്കമായി. തൊട്ടിപ്പാൾ ഭഗവതി ക്ഷേത്രത്തിലെ പകൽപൂരം ആവേശമായി. ഇത്തവണ തൃശൂർ ജില്ലയിൽ നിന്നും NDAക്ക് MLAമാർ ഉണ്ടാകുമെന്ന് BJP മേഖലാ അധ്യക്ഷൻ A. നാഗേഷ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ച രാഷ്ട്രീയ സാഹചര്യം ജില്ലയിൽ നിലനിൽക്കുന്നുവെന്നും പ്രതികരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഹോം വോട്ട് തുടങ്ങി. വയോധികർ, കിടപ്പ് രോഗികൾ, ഭിന്നശേഷിക്കാർ എന്നിവരുടെ വോട്ടുകളാണ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി രേഖപ്പെടുത്തുന്നത്. ഇരിങ്ങാലക്കുട നഗരസഭയിൽ ലക്ഷങ്ങളുടെ സാമ്പത്തിക തിരിമറി. കാഷ്യറെ സസ്പെൻഡ് ചെയ്തു. ഓണത്തുകുന്ന് സ്വദേശി പ്രദീപനെയാണ് കൃഷി വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സസ്പെൻഡ് ചെയ്തത്. മലപ്പുറം തിരൂരിൽ നടന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം സമാപിച്ചു. സംസ്ഥാന പ്രസിഡന്റായി പ്രവീൺ മോഹനെയും ജനറൽ സെക്രട്ടറിയായി PB സുരേഷിനെയും തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ശക്തമായ വേനൽ മഴയിലും കാറ്റിലും അതിരപ്പിള്ളി പഞ്ചായത്തിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ വീണും അലമാര വീണും 3 പേർക്ക് പരിക്കേറ്റു. വാഹനങ്ങൾക്ക് മുകളിലും മരക്കൊമ്പുകൾ വീണു. നിരവധി സ്ഥലങ്ങളിൽ വൈദ്യുതി തൂണുകൾ ഒടിഞ്ഞു വീണു. തിങ്കളാഴ്ച വൈകിട്ടാണ് ചുഴലിക്കാറ്റ് താണ്ഡവമാടിയത്. കണ്ണൻകുഴി KSEB ഓഫീസിന് മുകളിലേക്ക് മരം മറിഞ്ഞു വീണ 2 ജീവനക്കാർക്ക് പരിക്കേറ്റു. അഞ്ജുരാജ, PK ഗീത എന്നിവർക്കാണ് പരിക്കേറ്റത്. വെട്ടുകടവ് പാലത്തിന് സമീപത്തെ തട്ടുകടയിലെ അലമാര കാറ്റിൽ വീണ് കടയിലിരിക്കുകയായിരുന്ന പ്രാദേശിക പത്രപ്രവർത്തകൻ ബിനോജ് ജോർജിന് പരിക്കേറ്റു. വൈദ്യുതി ഓഫീസിലെ ഷെഡിന് മുകളിൽ മരം വീണ് സമീപത്ത് നിർത്തിയിട്ടിരുന്ന കാർ തകർന്നു. അരൂർമുഴി കമ്മ്യൂണിറ്റി ഹാളിന് സമീപം സ്വകാര്യ ബസിന് മുകളിൽ മരക്കൊമ്പൊടിഞ്ഞു വീണു. ആളഭയം ഒഴിവായി. വെറ്റിലപ്പാറ സിൽവർ സ്റ്റോം വാട്ടർ തീം പാർക്കിലെ താൽക്കാലിക ഷെഡ് കാറ്റിൽ പറന്നുപോയി. അതിരപ്പള്ളി പഞ്ചായത്തിന്റെ ഭൂരിഭാഗം സ്ഥലങ്ങളിലും വൈദ്യുതി വിതരണം നിലച്ചു. പലയിടത്തും തട്ടുകടകളും പെട്ടിക്കടകളും കാറ്റിൽ തകർന്നു. വഴിയിൽ കുടുങ്ങിയ വിനോദസഞ്ചാരികളെ പോലീസും നാട്ടുകാരും ചേർന്ന് സുരക്ഷിതമായി മറ്റു വാഹനങ്ങളിൽ കയറ്റിവിട്ടു. ആമ്പല്ലൂർ മണലിക്ക് സമീപം മടവാക്കരയിൽ ചോർച്ചയുണ്ടായ LPG പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണിക്കിടെ ദേശീയപാതയിലടക്കം പാചകവാതകം പരക്കുന്നത് ആശങ്കയായി. ഇതേ തുടർന്ന് മടവാക്കര റോഡ് വീണ്ടും അടച്ചു. മാർച്ച് 18-നായിരുന്നു കൊച്ചി സേലം LPG പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണികൾക്കിടെ ചോർച്ചയുണ്ടായത്. അതിനുശേഷം വൻതോതിൽ പാചകവാതകം പുറത്തേക്ക് ചോർന്നതോടെ ബന്ധപ്പെട്ട അധികൃതർ പൈപ്പ് ലൈനിലെ വാൽവടച്ച് നിയന്ത്രണ നടപടികൾ സ്വീകരിച്ചിരുന്നു. എന്നാൽ അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി ചോർച്ചയുണ്ടായ ഭാഗത്തേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നതിനിടെ പൈപ്പിനുള്ളിൽ മുൻപ് തങ്ങി നിന്നിരുന്ന വാതകം ഇപ്പോഴും പുറത്തേക്ക് ചോർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതേ തുടർന്ന് ദേശീയപാതയിലേക്കുൾപ്പെടെ പാചകവാതകം പരന്നതായി യാത്രക്കാർ പറയുന്നു. പ്രദേശത്ത് വാതകത്തിന്റെ ശക്തമായ ഗന്ധം അനുഭവപ്പെടുന്നതും ജനങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. സുരക്ഷാ മുൻകരുതലുകളുടെ ഭാഗമായി മടവാക്കര റോഡ് അടച്ച് അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി വാഹനഗതാഗതം നിയന്ത്രിച്ചിരിക്കുകയാണെന്നും അധികൃതർ വ്യക്തമാക്കി. പ്രദേശവാസികൾക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനും ആശങ്ക അകറ്റുന്നതിനുമായി വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. TCV പുതുക്കാട്. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം ഇന്ന് ആഘോഷിക്കുന്നു. ഭൂമിയിലെ ഏറ്റവും വലിയ ദേവമേള എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ പൂരത്തിന് സാക്ഷ്യം വഹിക്കാൻ ആയിരങ്ങളാണ് പൂരപ്പാടത്തേക്ക് ഒഴുകിയെത്തുന്നത്. ആറാട്ടുപുഴ ശാസ്താവ് ആതിഥേയനായ ദേവമേളയിൽ തൃപ്രയാർ തേവർ, ചാത്തംകുടം, ചക്കംകുളങ്ങര, കോടന്നൂർ, നെട്ടിശ്ശേരി, തിരുവുള്ളക്കാവ്, ഊരകത്തമ്മ, ചേർപ്പ്, അന്തിക്കാട്, തൊട്ടിപ്പാൾ, കടലാശ്ശേരി, എടക്കുന്നി, ഐക്കുന്ന്, തൈക്കാട്ടുശ്ശേരി ഭഗവതിമാരും തുടങ്ങിയ 24 ദേവീദേവന്മാരുമാണ് പൂരപ്പങ്കാളികൾ. ശാസ്താവ് 15 ഗജവീരന്മാരുടെ അകമ്പടിയോടെ മതിൽക്കെട്ടിന് പുറത്തേക്ക് എഴുന്നള്ളിയതോടെ പൂരച്ചടങ്ങുകൾക്ക് തുടക്കമായി. കൊമ്പൻ എറണാകുളം ശിവകുമാറാണ് ശാസ്താവിന്റെ തിടമ്പേറ്റുന്നത്. പഞ്ചാരിമേളം കുട്ടിക്കലാശിച്ചാൽ തൃപ്രയാർ തേവർ കൈതവളപ്പിൽ എത്തിയിട്ടുണ്ടോ എന്നാരായാൻ 7 ഗജവീരന്മാരുടെ അകമ്പടിയോടെ ശാസ്താവ് 7 കണ്ടം വരെ പോകും.
മടക്കയാത്രയിൽ ശാസ്താവ് നിലപാട് തറയിൽ ചെറുപൂരങ്ങൾക്ക് ആതിഥ്യമരുളി നിൽക്കും. ആറാട്ടുപുഴ ശാസ്താവ് നിലപാട് തറയിലെത്തിയാൽ ദേവീദേവന്മാരുടെ പൂരങ്ങൾ ആരംഭിക്കും. അർദ്ധരാത്രി ചോതി നക്ഷത്രം ഉച്ചസ്ഥാനീയനായാൽ ദേവമേളയ്ക്ക് നെടുനായകത്വം വഹിക്കുന്ന തൃപ്രയാർ തേവർ കൈതവളപ്പിലെത്തുന്നതോടെയാണ് ദേവമേളയ്ക്ക് തുടക്കമാവുക. ആറാട്ടുപുഴ ദേവസംഗമത്തിലെ പ്രധാന പങ്കാളിയായ തൊട്ടിപ്പാൾ ഭഗവതി ക്ഷേത്രത്തിലെ പകൽപൂരം ഭക്തിസാന്ദ്രമായി. പാണികൊട്ടി ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിച്ചതോടെ പൂരത്തിന് തുടക്കമായി. 3 ഗജവീരന്മാരോടുകൂടി പുറത്തേക്ക് എഴുന്നള്ളുന്ന ദേവി വടക്കുഭാഗത്തുള്ള കുളക്കരയിൽ ശ്രീമൂലസ്ഥാനം ദർശിച്ച് തെക്കോട്ട് തിരിഞ്ഞതിനു ശേഷം പഞ്ചവാദ്യം ആരംഭിച്ചു. പറകൾ സ്വീകരിച്ച 7 ഗജവീരന്മാരെ അണിനിരത്തി കിഴക്കോട്ട് തിരിഞ്ഞ് പന്തലിൽ എത്തിയ ശേഷം പഞ്ചവാദ്യം അവസാനിച്ചു. തുടർന്ന് പാണ്ടികൊട്ടി ക്ഷേത്രത്തിന് അഭിമുഖമായി നിന്ന ശേഷം കേളി, കുഴൽപ്പറ്റ്, കൊമ്പുപറ്റ് എന്നിവ നടന്നു. തുടർന്ന് പെരുവനം സതീശന്മാരാരുടെ നേതൃത്വത്തിൽ 120-ൽ പരം വാദ്യകലാകാരന്മാർ അണിനിരന്ന പഞ്ചാരിമേളത്തോടെ എഴുന്നള്ളിപ്പ് നടന്നു. ചെമ്പടകൊട്ടി അകത്തേക്ക് എഴുന്നള്ളിച്ചതോടെ പകൽപൂരത്തിന് സമാപനമായി. ആറാട്ടുപുഴ പൂരത്തിന് കൊടകര പൂനിലർക്കാവ് ഭഗവതിയുടെ പൂരം പുറപ്പാട് ഭക്തിസാന്ദ്രമായി. പൂനിലാർക്കാവ് ഭഗവതി സോദരിയായ ചാലക്കുടി പിഷാരിക്കൽ ഭഗവതി ഒന്നിച്ച് ആറാട്ടുപുഴ പൂരത്തിന് പുറപ്പെട്ടത്. നേരത്തെ ചാലക്കുടിയിൽ നിന്നെത്തിയ പിഷാരിക്കൽ ഭഗവതിയെ പൂനിലാർക്കാവിൽ നിറപറയോടെ സ്വീകരിച്ച ശേഷം ഇറക്കി എഴുന്നള്ളിച്ചു. ഇരു ഭഗവതിമാരെയും തിമിലപ്പാണിക്കുട്ടിയാണ് എഴുന്നള്ളിച്ചത്. ചെമ്പടമേളത്തിന്റെ അകമ്പടിയോടെ ചുറ്റമ്പലത്തിന് പുറത്തു കടന്ന ഭഗവതിമാർ ക്ഷേത്രം പ്രദക്ഷിണം വെച്ചു. ശംഖുവിളിയുടെ ആരവത്തോടെ ഗോപുരത്തിന് പുറത്തുകടന്ന് പാണ്ടിമേളത്തിന് ശേഷമായിരുന്നു പൂരം പുറപ്പാട്. ഇത്തവണ തൃശൂർ ജില്ലയിൽ നിന്നും എൻഡിഎക്ക് എംഎൽഎമാർ ഉണ്ടാകുമെന്ന് ബിജെപി മേഖലാ അധ്യക്ഷൻ എ നാഗേഷ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ച രാഷ്ട്രീയ സാഹചര്യം ജില്ലയിൽ നിലനിൽക്കുന്നുവെന്നും അദ്ദേഹം പ്രതികരിച്ചു. പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ എൻഡിഎ സ്ഥാനാർത്ഥി ശ്രീ എ നാഗേഷാണ് നമ്മോടൊപ്പം ചേരുന്നത്. അദ്ദേഹം പ്രചരണത്തിലേക്ക് ഇറങ്ങാനുള്ള തിരക്കിലാണ്. എങ്ങനെയുണ്ട് പ്രചരണമൊക്കെ? ഏറ്റവും നല്ല രീതിയിൽ അടിത്തട്ടിലുള്ള സമ്പർക്ക പരിപാടികളും പ്രചരണ പരിപാടികളും വളരെ സജീവമായി തന്നെ വളരെ നല്ല രീതിയിൽ നടക്കുന്ന കാഴ്ചയാണ്. എല്ലാ മേഖലയിലും വളരെ ഉത്സാഹവും ആവേശവും നൽകുന്ന തെരഞ്ഞെടുപ്പാണിത്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരു പുതുമുഖമൊന്നുമല്ല. മുൻപ് 2 തവണ പുതുക്കാട് നിന്ന് മത്സരിച്ചിട്ടുള്ളതാണ്. ആ ഒരു പരിചയം ആളുകളുടെ ഇടയിൽ നിന്ന് ലഭിക്കുന്നുണ്ട്. 100% എന്നെ അറിയാത്ത ആളുകൾ ഈ നിയോജക മണ്ഡലത്തിലില്ല. അതുകൊണ്ട് എല്ലാ മേഖലയിലും നല്ല സ്വീകാര്യത എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്. അത് 100% എനിക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. പൊതുവെ ഈ പുതുക്കാട് മണ്ഡലത്തിൽ കൊടകര രൂപം മാറിയെത്തിയ മണ്ഡലമാണ്. ഇടത് പ്രതിനിധികൾ മാത്രമേ നിയമസഭയിൽ എത്തിയിട്ടുള്ളൂ. ഇടതുമുന്നണിക്ക് ശക്തമായ അടിത്തറയുണ്ടെന്ന് അവർ അവകാശപ്പെടുന്നു. UDF ആണെങ്കിൽ 4 പതിറ്റാണ്ടിന് ശേഷം ഒരു നാട്ടുകാരനെ രംഗത്തിറക്കിയെന്ന് പറയുന്നു. അത്തരം വെല്ലുവിളികളെ എങ്ങനെയാണ് BJP നോക്കിക്കാണുന്നത്? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മിന്നും വിജയം സമ്മാനിച്ച ചരിത്രപരമായ നേട്ടം കൈവരിച്ച തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ താമരടയാളത്തിൽ വോട്ട് ലഭിച്ച മണ്ഡലം 62,000-ഓളം ആളുകൾ വോട്ട് ചെയ്ത് 12,000-അപ്പുറത്തേക്ക് ഭൂരിപക്ഷമുണ്ടായ മണ്ഡലം ഈ പുതുക്കാട് മണ്ഡലമാണ്. എറണാകുളം മേഖലാ പ്രസിഡന്റ് കൂടിയാണ് BJPയുടെ ശ്രീ എ നാഗേഷ്. ഈ മേഖലയിൽ പൊതുവെ എങ്ങനെയാണ് BJPയുടെ വിജയ സാധ്യതകൾ? ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് തൃശ്ശൂർ ജില്ലയിൽ രാഷ്ട്രീയ പ്രതിയോഗികളെ ഞെട്ടിച്ചുകൊണ്ട് മിന്നും വിജയം സമ്മാനിച്ചിട്ടുള്ള ജില്ലയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് മാത്രമല്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിയോജക മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു ജില്ലയാണ് തൃശ്ശൂർ ജില്ല. എല്ലാ മേഖലയിലും മണലൂരിലായാലും ഇരിഞ്ഞാലക്കുടയിലായാലും കൊടുങ്ങല്ലൂരിലായാലും നാട്ടികയിലായാലും എല്ലാ മേഖലയിലും, എന്തിനേറെ ചേലക്കര ഉപതെരഞ്ഞെടുപ്പ്, ആ ഉപതെരഞ്ഞെടുപ്പിലടക്കം ശക്തമായ മുന്നേറ്റം നടത്താനും
ത്രികോണ മത്സരം സൃഷ്ടിക്കാനും ഭാരതീയ ജനതാ പാർട്ടിക്ക് സാധ്യമായിട്ടുണ്ട്. അത് ഇത്തവണ ഞങ്ങളെ സംബന്ധിച്ച് മിന്നും വിജയത്തിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ MLA-മാരെ സമ്മാനിക്കുന്ന ജില്ലയായി തൃശ്ശൂർ ജില്ല മാറുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ ഇരിങ്ങാലക്കുടയിൽ താമര വിരിയുമെന്ന് നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി സന്തോഷ് ചെറാക്കുളം പറഞ്ഞു. ഇരിങ്ങാലക്കുടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ സമുദായങ്ങളും BJPക്ക് വോട്ട് നൽകുമെന്നും 3000-ഓളം വോട്ടിന് താൻ വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തനിക്ക് ലഭിക്കുന്ന ഓണറേറിയം നിയോജകമണ്ഡലത്തിലെ പാവങ്ങളുടെ ഉന്നമനത്തിനായി വിതരണം ചെയ്യുമെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു സമഗ്ര വികസനത്തിന് വേണ്ടിയാണ് ഞാനിവിടെ സ്ഥാനാർത്ഥിയെ വന്നിരിക്കുന്നത്. ഇവിടെ മാറി മാറി ഭരിച്ച LDF-ഉം UDF-ഉം ഇരിങ്ങാലക്കുടയെ ഒരു മുരടിപ്പിലേക്കാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ സാധാരണ മാറ്റങ്ങൾ വരാം. അത് എപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് കുറഞ്ഞിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടിക്ക് വോട്ട് കൂടിയിട്ടേ ഉള്ളൂ എല്ലാ സ്ഥലങ്ങളിലും. ഇപ്പോൾ ഇരിങ്ങാലക്കുടയിൽ പക്ക ഭാരതീയ ജനതാ പാർട്ടിക്ക് 40,000-ത്തിലധികം വോട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ചേർത്തിനും മറ്റു സ്ഥലങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് ഒരുപാട് വോട്ടുകൾ കിട്ടാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പ്രാവശ്യം ഇരിങ്ങാലക്കുടയിൽ താമര വിരിയും എന്ന് തന്നെയാണ് ഞങ്ങൾ അനുമാനിക്കുന്നത്. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സിറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സിറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡേ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തയിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഹോം വോട്ട് തുടങ്ങി. പത്മശ്രീ കലാമണ്ഡലം ഗോപി വോട്ട് രേഖപ്പെടുത്തി. തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തിയാണ് നടപടികൾ പൂർത്തിയാക്കിയത്. മുതിർന്നവർക്കുള്ള പോസ്റ്റൽ വോട്ട് സൌകര്യം ഉപയോഗിച്ചാണ് വോട്ട് ചെയ്തത്. 85 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, 40%-ലധികം ഭിന്നശേഷിയുള്ളവർ, കിടപ്പുരോഗികൾ എന്നിവർക്ക് വീട്ടിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താനാണ് സൌകര്യം ഒരുക്കിയിരിക്കുന്നത്. വോട്ടറുടെ സ്വകാര്യതയും വോട്ടിന്റെ രഹസ്യ സ്വഭാവവും ഉറപ്പാക്കിയാകും നടപടികൾ പൂർത്തിയാക്കുക. വോട്ടെടുപ്പിന് ശേഷം ബാലറ്റ് സുരക്ഷിതമായി സീൽ ചെയ്ത് നിശ്ചിത കേന്ദ്രത്തിലെത്തിക്കും. പോളിംഗ് സംഘം വീട്ടിൽ എത്തുന്ന തീയതിയും സമയവും മുൻകൂട്ടി അറിയിക്കും. ആദ്യ അവസരത്തിൽ വോട്ടർ ഇല്ലെങ്കിൽ രണ്ടാം അവസരത്തിന് തീയതിയും സമയവും നിശ്ചയിക്കും. സംസ്ഥാനത്ത് 2,07,812 പേരാണ് ഹോം വോട്ടിനായി അപേക്ഷിച്ചിട്ടുള്ളത്. വെങ്കിടങ്ങ് വില്ലേജിലെ 85 വയസ്സിന് മുകളിലുള്ളവരെയും ഭിന്നശേഷിക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഹോം വോട്ടിംഗ് ആരംഭിച്ചു. വില്ലേജിലെ 133, 134, 147, 148 എന്നീ ബൂത്തുകളിലെ ഹോം വോട്ടിംഗ് ആണ് നടന്നത്. BLO-മാരായ അസ്മ ഇബ്രാഹിം, P. ഹലീമ, PA മുഹസിൻ എന്നിവർ നേതൃത്വം നൽകി. ഇരിങ്ങാലക്കുട നഗരസഭയിൽ ലക്ഷങ്ങളുടെ സാമ്പത്തിക തിരിമറി. കാഷ്യറെ സസ്പെൻഡ് ചെയ്തു. 2014 മുതൽ ഇരിങ്ങാലക്കുട നഗരസഭയിൽ കേഷ്യറായി പ്രവർത്തിച്ചുവരുന്ന കോണത്തുകുന്ന് സ്വദേശി പയ്യപ്പള്ളി വീട്ടിൽ ത്രിദീപനെയാണ് കൃഷിവകുപ്പ് ജോയിന്റ് ഡയറക്ടർ സസ്പെൻഡ് ചെയ്തത്. നഗരസഭയിൽ നടന്ന പരിശോധനയിലാണ് ഒരാഴ്ച മുമ്പ് തട്ടിപ്പ് കണ്ടെത്തിയത്. നഗരസഭയുടെ പരാതിയെ തുടർന്ന് ഇയാൾക്കെതിരെ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു. വിജിലൻസിലും നഗരസഭാ അധികൃതർ പരാതി നൽകിയിട്ടുണ്ട്. 2014 മുതലുള്ള കണക്കുകളാണ് ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നത്. വ്യാജ ബാങ്ക് രേഖകൾ തയ്യാറാക്കി കൃത്രിമമായി പണം ബാങ്കിൽ അടയ്ക്കാതെയായിരുന്നു തട്ടിപ്പെന്നാണ് പറയുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ തട്ടിപ്പ് കണ്ടെത്തിയതിനെ തുടർന്ന് തദ്ദേശ വകുപ്പ് വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ 40 ലക്ഷത്തിലേറെ രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് ആദ്യഘട്ടത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. മുൻ വർഷങ്ങളിലും സമാനമായ രീതിയിൽ ഇരിങ്ങാലക്കുട നഗരസഭയിലെ ജീവനക്കാരൻ ഇത്തരത്തിൽ ലക്ഷങ്ങളുടെ തിരിമറി നടത്തിയിരുന്നു. അന്ന് പണം തിരികെ അടപ്പിച്ചാണ് പ്രശ്നം പരിഹരിച്ചത്. ഇപ്പോൾ തിരിമറി നടത്തിയ സംഭവത്തിലെ ജീവനക്കാരനായ ത്രിദീപൻ ഓൺലൈൻ ഗെയിമിലും ലോട്ടറി എടുത്തും ദിനംപ്രതി ലക്ഷങ്ങൾ ചെലവഴിച്ചതായാണ് ലഭിക്കുന്ന വിവരം. മലപ്പുറം തിരൂരിൽ നടന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം സമാപിച്ചു. സംസ്ഥാന പ്രസിഡന്റായി പ്രവീൺ മോഹനെയും ജനറൽ സെക്രട്ടറിയായി PB സുരേഷിനെയും തെരഞ്ഞെടുത്തു. ട്രഷറർ ബിനു ശിവദാസ്, വൈസ് പ്രസിഡന്റ് രാജ്മോഹൻ മാമ്പ്ര, സെക്രട്ടറിമാർ PCCB, നിസാർ കോയപ്പറമ്പിൽ എന്നിവരാണ് മറ്റ് ഭാരവാഹികൾ.
SSLC പരീക്ഷ അവസാനിച്ചു. ജീവശാസ്ത്രമായിരുന്നു അവസാനത്തെ പരീക്ഷ. പരീക്ഷ എളുപ്പമായിരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. പരീക്ഷ പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾ പരസ്പരം ആശ്ലേഷിച്ചും വസ്ത്രങ്ങളിൽ ഓർമ്മക്കുറിപ്പുകൾ എഴുതിയുമാണ് സന്തോഷം പങ്കുവച്ചത്. പൊതുവെ അത്യാവശ്യം കുഴപ്പമുണ്ടായിരുന്നില്ല. എന്നാൽ ഭയങ്കര എളുപ്പമൊന്നും പറയാനില്ല, ഭയങ്കര ബുദ്ധിമുട്ടൊന്നും പറയാനില്ല. അത്യാവശ്യം ലെവൽ കൂടിയ രീതിയിൽ തന്നെയാണ് ചോദിച്ചിരുന്നത്. പക്ഷേ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാക്കുകയാണെങ്കിൽ എഴുതാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് പരീക്ഷ ഉണ്ടായിരുന്നത്. അതിൽ കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് സോഷ്യൽ സയൻസ് ഒക്കെയാണ്. നമുക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. പിന്നെ ബാക്കി അറിയാത്ത ക്വസ്റ്റ്യൻസ് ആയാലും ചിന്തിച്ച് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ളവയായിരുന്നു. മോഡൽ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരുന്നു. മോഡൽ ഇതിൽ എളുപ്പമായിട്ടുണ്ടായിരുന്നു. പക്ഷേ മോഡലിൽ നിന്നും കുറച്ചുകൂടി ലെവൽ കൂട്ടി. എന്നാൽ കുട്ടികളാരും തോൽക്കരുത്, പക്ഷേ A+ലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടണം എന്നുള്ള രീതിയിൽ പരീക്ഷ പേപ്പർ ഇട്ടേക്കുന്നതായിട്ട് തോന്നി എനിക്ക്. 1 മുതൽ 9 വരെയുള്ള ക്ലാസുകളിലെ പരീക്ഷ ചൊവ്വാഴ്ച പൂർത്തിയാകും. ഇതോടെ വിദ്യാലയങ്ങൾ മധ്യവേനൽ അവധിയിലേക്ക് കടക്കും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ ശനിയാഴ്ച പൂർത്തിയായിരുന്നു. മെയ് 8-ന് SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം നടത്തും. മെയ് 22-നാണ് +2 ഫലപ്രഖ്യാപനം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഗൾഫ് മേഖലയിൽ കേരള സിലബസ് പിന്തുടരുന്ന സ്കൂളിലെ SSLC ഹയർ സെക്കൻഡറി പരീക്ഷകൾ മാറ്റിവെച്ചിരുന്നു. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന പോരാട്ടം നടക്കുന്ന ഒല്ലൂരിൽ ഇഞ്ചോടിഞ്ച് പൊരുതുകയാണ് മുന്നണികൾ. 3ാം ഊഴം തേടി കളത്തിലിറങ്ങിയ മന്ത്രി കെ രാജനെ നേരിടാൻ KPCC സെക്രട്ടറി ഷാജി കോടങ്കണ്ടത്തിനെയാണ് UDF നിയോഗിച്ചിരിക്കുന്നത്. ബിജോയ് തോമസാണ് BJP സ്ഥാനാർത്ഥി. ഇരു മുന്നണികളെയും മാറി മാറി തുണയ്ക്കുന്നതാണ് പൊതുവെ ഒല്ലൂരിന്റെ രാഷ്ട്രീയ ചരിത്രം. ഒല്ലൂരിൽ ജയിക്കുന്ന മുന്നണി കേരളം ഭരിക്കുമെന്നതും മണ്ഡലത്തെ ശ്രദ്ധേയമാക്കുന്നു. പ്രഗത്ഭരായ പലരും ഒല്ലൂരിനെ പ്രതിനിധീകരിച്ചു. PR ഫ്രാൻസിസ്, AV ആര്യൻ, AM പരമൻ, PP ജോർജ് തുടങ്ങിയവരൊക്കെ ഇവിടെ നിന്ന് MLA-മാരായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് തുടർഭരണം ലഭിച്ചപ്പോൾ രണ്ടാമതും K രാജനൊപ്പം നിന്ന് ഒല്ലൂർ ചരിത്രത്തിനൊപ്പം നടന്നു. ഹാട്രിക് വിജയം സ്വപ്നം കണ്ട് K രാജനെ തന്നെ LDF വീണ്ടും രംഗത്തിറക്കിയിരിക്കുകയാണ്. സമാനതകളില്ലാത്ത വികസന നേട്ടങ്ങളുടെ ഗുണഫലം അനുഭവിക്കുന്ന വോട്ടർമാർ കൂടെയുണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അദ്ദേഹം. ഒരു വികസനത്തിൻ്റെ പൊതുരാഷ്ട്രീയം, മതനിരപേക്ഷതയുടെ പൊതുരാഷ്ട്രീയം, പട്ടയങ്ങളുടെ ലഭ്യത, സുവോളജിക്കൽ പാർക്ക് ഉൾപ്പെടെ ഒരുപക്ഷെ ലോകം ശ്രദ്ധിക്കുന്ന ഒട്ടേറെ നേട്ടങ്ങളുടെ ഭാഗമായി നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള വലിയ വികസന പ്രവർത്തനങ്ങൾ വലിയ പിന്തുണയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശരി. ടോൾ വിഷയത്തിലടക്കമുള്ള നിയമ പോരാട്ടങ്ങളുടെ ശ്രദ്ധേയനായ ഷാജി കോടങ്കണ്ടത്തിലൂടെ ഒല്ലൂർ തിരിച്ചുപിടിക്കാമെന്നാണ് UDF പ്രതീക്ഷ. ഏറെക്കാലമായി മണ്ഡലം കേന്ദ്രീകരിച്ച് ജനകീയ വിഷയങ്ങളിൽ സജീവമായി ഇടപെട്ടു വരികയാണ് ഈ അഭിഭാഷകൻ. UDF ഉണർന്നു, കോൺഗ്രസ് ഉണർന്നു, എല്ലാ ഘടകകക്ഷികളും ഉണർന്നിട്ടുണ്ട്. ഇത് കോൺഗ്രസ് തിരിച്ചുപിടിച്ചിരിക്കും. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി നേടിയ വോട്ടുകളിലാണ് BJPയുടെ നോട്ടം. ബിജോയ് തോമസ് NDAയുടെ കരുത്തറിയിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് നേതൃത്വം. ഒല്ലൂരിലെ ജനങ്ങൾ താമരയിൽ വോട്ട് ചെയ്യാനായിട്ട് മടിയില്ലാത്ത ആളുകളാണെന്ന് വളരെ വ്യക്തമായിട്ട് തെളിയിച്ചതാണ്. അതുകൊണ്ടാണ് 59,997 വോട്ട് താമര ചിഹ്നത്തിലാണ് ചെയ്തത്. മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തൃശൂർ കോർപ്പറേഷനിലെ 11 ഡിവിഷനുകൾ UDFന്റെ കയ്യിലാണ്. 4 LDFനും 1 ഡിവിഷൻ BJPക്കുമുണ്ട്. പഞ്ചായത്തുകളിൽ മാടക്കത്തറയും നടത്തറയും LDF ഭരിക്കുന്നു. പുത്തൂരും പാണഞ്ചേരിയും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDF പിടിച്ചെടുക്കുകയും ചെയ്തു. ഒല്ലൂരിൽ ജയിക്കുന്ന മുന്നണി സംസ്ഥാനം ഭരിക്കുന്നതാണ് ചരിത്രം. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഈ പോരാട്ടത്തിൽ ഒല്ലൂർ ആരെ ഒപ്പം നിർത്തുമെന്ന് കണ്ടുതന്നെ അറിയണം. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം KB ലിബീഷ്, TCV. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തയിലേക്ക്. മണലൂർ നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി TN പ്രതാപൻ പാവർട്ടി മണ്ഡലത്തിൽ പര്യടനം നടത്തി. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂർ പര്യടന പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് പാവർട്ടി മണ്ഡലം പ്രസിഡന്റ് ജെറോം ബാബു അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ആൻഡോ ലിജോ, UDF നേതാക്കളായ സിജു പാവർട്ടി, CJ സ്റ്റാൻലി, അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി, NJ ലിയോ, MK അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു.
UDF കയ്പമംഗലം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി TM നാസർ കയ്പമംഗലം പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ പര്യടനം നടത്തി. കൂരിക്കുഴി സെന്ററിൽ നിന്ന് ആരംഭിച്ച പര്യടനം മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മൻ ഉദ്ഘാടനം ചെയ്തു. KV അബ്ദുൾ മജീദ് അധ്യക്ഷനായി. സ്ഥാനാർത്ഥി TM നാസർ, നേതാക്കളായ MK അബ്ദുൾ സലാം, CS രവീന്ദ്രൻ, PMA ജബ്ബാർ, CJ പോൾസൺ, സജയ് വയനപ്പിള്ളി, മുജീബ് റഹ്മാൻ, സുനിൽ P മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മണലൂർ നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ മണ്ഡല പര്യടനം പ്രവർത്തകർക്ക് ആവേശമായി. എറവിൽ നിന്നും ആരംഭിച്ച മണ്ഡലം തല പര്യടനം LDF മണലൂർ മണ്ഡലം കമ്മിറ്റി ചെയർമാൻ VR മനോജ് ഉദ്ഘാടനം ചെയ്തു. CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം KK ശശിധരൻ അധ്യക്ഷനായി. TV ഹരിദാസൻ, ഉഷ പ്രഭുകുമാർ, രാകേഷ് കണിയാംപറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇടത് മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ പാവർട്ടിയിൽ വനിതാ പാർലമെന്റ് സംഘടിപ്പിച്ചു. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം KS സലീഖ വനിതാ പാർലമെന്റ് ഉദ്ഘാടനം ചെയ്തു. സീത ഗണേഷ് അധ്യക്ഷയായി. ഗീത ഭരതൻ, ഷീജ രാജീവ്, ഷിമി ഗോപി, പ്രീതി സുരേഷ്, NK പ്രീതി, KK പ്രസന്നകുമാരി, സിജി മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു. ചേലക്കര UDF സ്ഥാനാർത്ഥി ശിവൻ വീട്ടിക്കുന്നിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ചാണ്ടി ഉമ്മൻ MLA ചെറുതുരുത്തിയിലെത്തി. ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്ത് നിന്ന് ആരംഭിച്ച പര്യടനം കൊച്ചിൻ പാലം വരെ നീണ്ടു. നൂറുകണക്കിന് പ്രവർത്തകരും UDF നേതാക്കളും പങ്കെടുത്തു. വടക്കാഞ്ചേരി നിയോജക മണ്ഡലം UDF സ്ഥാനാർത്ഥി PN വൈശാഖിന്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മുണ്ടൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് CV കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി ജിമ്മി ചൂണ്ടൽ, UDF മണ്ഡലം ചെയർമാൻ KG സതീശൻ, കേരള യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ജോബി ആലപ്പാട്ട്, പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമീള സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംസാരിച്ചു. എരുമപ്പെട്ടി മുട്ടിക്കൽ പുഴയിൽ നിർമ്മിച്ച താൽക്കാലിക തടയണ തകർന്നു. വാഴാനി ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിട്ടതിനെ തുടർന്നാണ് തടയണ തകർന്നത്. വടക്കാഞ്ചേരി പുഴയിലെ എരുമപ്പെട്ടി മുട്ടിക്കൽ ചിറ പാലത്തിന്റെ നിർമ്മാണത്തിന്റെ ഭാഗമായാണ് മണ്ണ് നിറച്ച ചാക്കുകൾ ഉപയോഗിച്ച് താൽക്കാലിക തടയണ നിർമ്മിച്ചത്. കഴിഞ്ഞ ദിവസം നിർമ്മിച്ച തടയണ 24 മണിക്കൂർ ആകുമ്പോഴേക്കും തകർന്നു. വാഴാനി ഡാമിൽ നിന്നും കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ദിവസം പുഴയിലേക്ക് വെള്ളം തുറന്നുവിട്ടിരുന്നു. ഈ വെള്ളം ഒഴുകിയതിനെ തുടർന്നാണ് തടയണ തകർന്നത്. വേണ്ടത്ര ഉറപ്പിൽ പണിയാതിരുന്നതാണ് തടയണ തകരാൻ കാരണമെന്ന് വാർഡംഗം റിജോ വടക്കൂട്ട് പറഞ്ഞു. ഇനി ഇത് ഫലപ്രദമായി അടച്ചില്ലെങ്കിൽ 400ഓളം കുടുംബങ്ങൾ കുടിവെള്ളത്തിന് പരക്കം പായേണ്ട ഒരു അവസ്ഥയാണ്. കൃത്യമായ അനാസ്ഥയാണ് ഇവിടെ നടന്നത്. വേണ്ട രീതിയിലുള്ള ബണ്ട്, ഉറപ്പുള്ള ബണ്ട് നിർമ്മിക്കാതെ. അപ്പൊ ഞാൻ ഇവരുടെ കോൺട്രാക്ടറിനെ വിളിച്ചു ചോദിച്ചപ്പോൾ കോൺട്രാക്ടർ പറഞ്ഞത് ഞങ്ങൾക്ക് വെള്ളം വിടുന്ന സമയം അറിയായിരുന്നില്ല, പിന്നെ ഞങ്ങൾ ഇത്ര പ്രതീക്ഷിച്ചില്ല. വളരെ ബാലിശമായ കാര്യങ്ങളാണ് പറയുന്നത്. അത് അവരറിഞ്ഞില്ലെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത്, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്ത്, അതുപോലെ തന്നെ കിറ്റ്കിന്റെ അടുത്ത് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കിയിരുന്നതാണ്. പക്ഷെ എന്നിട്ട് പോലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത് വളരെ ദൗർഭാഗ്യകരമാണ്. നിർമ്മാണം നടത്തുന്ന സമയത്ത് തന്നെ വെള്ളം തുറന്നുവിട്ടാൽ തടയണ തകരാൻ സാധ്യതയുണ്ടെന്നും ആവശ്യമായ ഉറപ്പിൽ നിർമ്മിക്കണമെന്നും ഇറിഗേഷൻ വകുപ്പിനോടും നിർമ്മാണം നിർവഹിക്കുന്ന കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അധികൃതരോടും ആവശ്യപ്പെട്ടിട്ടും അവഗണിച്ചുവെന്നും വാർഡ് മെമ്പർ പറയുന്നു. വെള്ളം തടഞ്ഞു നിർത്തുന്നതിനായി നിലവിലുണ്ടായിരുന്ന ചീപ്പുകൾ പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി എടുത്തുമാറ്റിയിരിക്കുകയാണ്. ഇതിന് ബദലായാണ് താൽക്കാലിക തടയണ നിർമ്മിച്ചത്. തടയണ എത്രയും പെട്ടെന്ന് പുനർനിർമ്മിച്ചില്ലെങ്കിൽ 400-ലധികം കുടുംബങ്ങൾക്ക് രൂക്ഷമായ കുടിവെള്ളക്ഷാമം അനുഭവപ്പെടും. കൃഷിക്കും വെള്ളം കിട്ടാത്ത സാഹചര്യമുണ്ടാകും. TCV ന്യൂസ്, എരുമപ്പെട്ടി. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. കൊടകര മനക്കുളങ്ങര സ്വദേശി പൊന്നമ്മത്തറ സുരേന്ദ്രൻ മകൻ 30 വയസ്സുള്ള അഖിലാണ് മരിച്ചത്. ഞായറാഴ്ച പേരാമ്പ്ര അപ്പോളോ ടയേഴ്സിന് സമീപത്ത് KSRTC ബസും ബൈക്കും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥ കേന്ദ്രത്തിലെ ശതോത്തര സുവർണ ജൂബിലി തിരുനാളിന് 50 ലക്ഷം രൂപയുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകിയതായി ആഘോഷ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. അർഹരായവർക്ക് ഭവന നിർമ്മാണം, ചികിത്സാ സഹായം, വിവാഹ വിദ്യാഭ്യാസ സഹായങ്ങൾ എന്നിവ നൽകും. കൊടിയേറ്റം മുതൽ തിരുനാൾ ദിനം വരെ പാവർട്ടി സെന്റ് ജോസ് ആശുപത്രിയിൽ OP ടിക്കറ്റ് സൗജന്യമായിരിക്കും. ഏപ്രിൽ 17-ന് തിരുനാളിന് കൊടിയേറും. ഏപ്രിൽ 24, 25, 26 തീയതികളിലാണ് തിരുനാൾ. ഫാദർ ഫ്രാങ്കോ ഫ്രോണിസ്, നടത്തുകൈക്കാരൻ ജെയ്സൺ വടക്കൂട്ട്, പബ്ലിസിറ്റി കൺവീനർ OJ ജസ്റ്റിൻ, ലിസി ജോസഫ്, NJ ലിയോ, CP സേവ്യർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നിയന്ത്രണം വിട്ട ബൈക്ക് മരത്തിലിടിച്ചു കയറി യുവാവിന് പരിക്കേറ്റു. വടക്കാഞ്ചേരി കുന്നംകുളം റോഡിൽ കാഞ്ഞിരക്കോട് തോട്ടുപാലം കല്യാണ മണ്ഡപത്തിന് സമീപമായിരുന്നു അപകടം. വിള്ളറക്കാട് പള്ളിയത്തുപടിക്കൽ അഭിജിത്തിനാണ് പരിക്കേറ്റത്. തലയ്ക്ക് പരിക്കേറ്റ യുവാവിനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
പ്രസിദ്ധമായ കാവശ്ശേരി പൂരം ചൊവ്വാഴ്ച ആഘോഷിക്കും. 10,000-കണക്കിന് ഉത്സവപ്രേമികളാണ് കാവശ്ശേരിയിലേക്ക് ഒഴുകുന്നത്. പ്രശസ്തരായ കലാകാരന്മാർ അണിനിരക്കുന്ന വാദ്യമേളമാണ് കാവശ്ശേരി പൂരത്തിന്റെ പ്രത്യേകത. കരിമരുന്ന് പ്രയോഗവും പൂരപ്രേമികളെ ആകർഷിക്കും. ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് എം ഗോകുൽദാസ് പറഞ്ഞു. ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് നിയമാനുസൃതമായ കാര്യങ്ങൾ മാത്രമാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ കഴിഞ്ഞ ദിവസം പ്രത്യേകമായി ഡബിൾ ബാരിക്കേഡ് നമ്മളെ കെട്ടിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ വരുന്ന മുഴുവൻ പൂരപ്രേമികളും കഴിഞ്ഞ ദേശത്തിന്റെ വളണ്ടിയേഴ്സ് പറയുന്ന നിർദ്ദേശങ്ങൾ പരിപൂർണമായി അനുസരിക്കണം. സുരക്ഷിതമായിട്ടുള്ള ഒരു പൂരം നടത്തുക എന്നതാണ് കഴിഞ്ഞ ദേശത്തിന്റെ ഭാരവാഹികൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പൂരം മഹോത്സവത്തിന്റെ ഭംഗി കൂട്ടാൻ ലോകത്തിലെ എല്ലാ മലയാളികളെയും കഴിഞ്ഞ ദേശ പൂര കമ്മിറ്റി സ്വാഗതം ചെയ്യുന്നു. UDF സ്ഥാനാർത്ഥി CH റഷീദിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി മറിയ ഉമ്മൻ നയിച്ച ഗുരുവായൂരിലെ പെൺകരുത്ത് റോഡ് ഷോ ആവേശമായി. മുതുവട്ടൂർ സെന്ററിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ചാവക്കാട് ചത്തുരത്തിൽ സമാപിച്ചു. ബീന രവിശങ്കർ, ഹസീന താജുദ്ദീൻ, സുബൈദ പാലക്കൽ, TI ആയിഷ, ഹിമ മനോജ്, അഡ്വക്കേറ്റ് ഷീജ സന്ദീപ് തുടങ്ങിയവർ റോഡ് ഷോയ്ക്ക് നേതൃത്വം നൽകി. പാചകവാതക ക്ഷാമത്തെ ചൊല്ലി ഗുരുവായൂർ നഗരസഭാ കൌൺസിലിൽ ബഹളം. അദാനി ഗ്യാസ് പൈപ്പ് കണക്ഷൻ നൽകുന്നതിൽ ഗുരുവായൂരിനെ ഒഴിവാക്കിയത് ഭരണപക്ഷത്തിന്റെ വീഴ്ചയാണെന്നായിരുന്നു പ്രതിപക്ഷ ആരോപണം. എന്നാൽ ഇത് മാധ്യമശ്രദ്ധ നേടാനുള്ള ആരോപണം മാത്രമാണെന്നായിരുന്നു ഭരണപക്ഷത്തിന്റെ വാദം. ഏറെ നേരം ഭരണപ്രതിപക്ഷ കൌൺസിലർമാർ തമ്മിൽ ബഹളമായി. റോഡ് വെട്ടിപ്പൊളിക്കാൻ നഗരസഭ അനുമതി നൽകാത്തതാണ് കാരണമെന്നും പ്രതിപക്ഷം ആരോപിച്ചു. എന്നാൽ ടാറിംഗ് നടത്തി 2 വർഷത്തിനുള്ളിൽ റോഡ് വെട്ടിപ്പൊളിക്കുന്നതിന് അനുമതി നൽകാനാവില്ലെന്ന് സെക്രട്ടറി അറിയിച്ചു. അനുമതി നൽകിയ സ്ഥലങ്ങളിൽ വാതക പൈപ്പ് ലൈൻ കണക്ഷൻ നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പാചകവാതക ക്ഷാമം രൂക്ഷമാണെന്ന് ഭരണപക്ഷം ചൂണ്ടിക്കാട്ടി. കൌൺസിലിൽ സ്ഥിരമായി ചായ നൽകിയിരുന്നതിനു പകരം നന്നാരി സർബത്ത് നൽകിയതും പ്രതിപക്ഷം ചോദ്യം ചെയ്തു. ക്ഷാമം കൌൺസിൽ വരെ എത്തിയിട്ടും ഭരണപക്ഷം അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. നഗരസഭ അതിർത്തി നിർണയ ബോർഡുകൾ സ്ഥാപിക്കണമെന്ന് കൌൺസിലർ ജലീൽ പണിക്കവീട്ടിൽ ആവശ്യപ്പെട്ടു. ഹരിതകർമ്മസേനയുടെ മാലിന്യം റോഡരികിൽ കെട്ടിക്കിടക്കുന്നതായും കൌൺസിലർമാർ പരാതിപ്പെട്ടു. കാപ്പ ഉത്തരവ് ലംഘിച്ച പ്രതി പിടിയിൽ. ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച താന്യം സ്വദേശി ചാഴുപുരയ്ക്കൽ വീട്ടിൽ കാർത്തികിനെയാണ് അന്തിക്കാട് പോലീസ് പിടികൂടിയത്. ഇന്നത്തെ സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 13,590 രൂപ, പവന് 1,08,720 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ശക്തമായ വേനൽ മഴയിലും കാറ്റിലും അതിരപ്പിള്ളിയിൽ വ്യാപക നാശനഷ്ടം. 3 പേർക്ക് പരിക്കേറ്റു. മരങ്ങൾ വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മടവാക്കരയിൽ ചോർച്ചയുണ്ടായ LPG പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണിക്കിടെ പാചകവാതകം പരക്കുന്നത് ആശങ്കയായി. മടവാക്കര റോഡ് വീണ്ടും അടച്ചു. പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം ഇന്ന് ആഘോഷിക്കുന്നു. ആറാട്ടുപുഴ ശാസ്താവ് മതിൽക്കെട്ടിന് പുറത്തേക്ക് എഴുന്നള്ളിയതോടെ പൂരച്ചടങ്ങുകൾക്ക് തുടക്കമായി. തൊട്ടിപ്പാൾ ഭഗവതി ക്ഷേത്രത്തിലെ പകൽപൂരം ആവേശമായി. ഇത്തവണ തൃശൂർ ജില്ലയിൽ നിന്നും NDAക്ക് MLA-മാർ ഉണ്ടാകുമെന്ന് BJP മേഖലാ അധ്യക്ഷൻ A. നാഗേഷ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി വിജയിച്ച രാഷ്ട്രീയ സാഹചര്യം ജില്ലയിൽ നിലനിൽക്കുന്നുവെന്നും പ്രതികരണം. നിയമസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഹോം വോട്ട് തുടങ്ങി. വയോധികർ, കിടപ്പ് രോഗികൾ, ഭിന്നശേഷിക്കാർ എന്നിവരുടെ വോട്ടുകളാണ് ഉദ്യോഗസ്ഥർ വീടുകളിലെത്തി രേഖപ്പെടുത്തുന്നത്. ഇരിങ്ങാലക്കുട നഗരസഭയിൽ ലക്ഷങ്ങളുടെ സാമ്പത്തിക തിരിമറി. കാഷ്യറെ സസ്പെൻഡ് ചെയ്തു. ഓണത്തുകുന്ന് സ്വദേശി പ്രദീപനെയാണ് കൃഷി വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സസ്പെൻഡ് ചെയ്തത്. മലപ്പുറം തിരൂരിൽ നടന്ന കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം സമാപിച്ചു. സംസ്ഥാന പ്രസിഡന്റായി പ്രവീൺ മോഹനെയും ജനറൽ സെക്രട്ടറിയായി PB സുരേഷിനെയും തെരഞ്ഞെടുത്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.